വേണ്ട 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 ഈ വക സംസാരേ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. സിനിമയിൽ അഭിനയിക്കാൻ പോണു മര്യാദക്ക് ഇവിടെ വീട്ടിലടങ്ങി. ഞാൻ എന്ത് സമ്മതിക്കാനാണ്? ഞാൻ സമ്മതിക്കുന്നു വിചാരിക്കണ്ടാന്ന്. ഏളിയാ നീ ഓരോ മുട്ടാ തർക്കങ്ങൾ പറഞ്ഞ് അവളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാൻ നോക്കല്ലേ കേട്ടാ. അതൊക്കെ ആ കാലം കഴിഞ്ഞ് ഇപ്പൊ സ്ത്രീകൾ അടുക്കള കിടന്ന് അടുക്കള പണി മാത്രം ചെയ്താൽ പോരാ. അവരുടെ കഴിവുകളൊക്കെ അവർ പുറത്ത് കൊണ്ടുവരണം. അതിപ്പോ സിനിമയിലൂടെങ്കിൽ സിനിമ, സീരിയലെങ്കിൽ സീരിയല്. ഈ വെറും മൂരാച്ചി കെട്ടിയാനാവാൻ നോക്കണ്ട. അമ്മയുടെ അഭിപ്രായം എന്താണ്? എനിക്ക് അവളെ അഭിനയിക്കണം എന്നുള്ളതാണ്. അതെ, സമ്മതിക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനെ അറിയും കൂടി ചെയ്യണം. വെറുതെ സിനിമയിൽ അഭിനയിക്കാന്ന് വെറുതെ പറഞ്ഞിട്ട് വെറുതെ പോയിട്ട് കാര്യമില്ല. സമ്മതിക്കാൻ പറ്റില്ല. ഏടി ഞാൻ സമ്മതിച്ചിട്ട് എന്താ കാര്യം? അഭിനയിക്കാൻ അറിയണ്ടേ? എടാ കനക, നിന്റെ ഭാഗ്യല്ലടാ ഇതേപോലെ ഒരു പെണ്ണ്. എന്ത് ഭാഗ്യം? അവൾ എല്ലാവരും ഒരു കാര്യം കേൾക്കണം. ഞാൻ എന്റെ ക്ലീറ്റോ ഇവിടെ ഭയങ്കര കരച്ചില്. ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പാഞ്ഞു വരികയാണ്. എന്തെങ്കിലും ഇങ്ങനെ കരയണേന്ന് അറിയാൻ വേണ്ടി. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കരയാ. ഞാനങ്ങ് പേടിച്ചു പോയി. മോനെ എന്ത് പറ്റിയടീന്ന് ചോദിച്ചു വന്നപ്പോഴല്ലേ ഒറ്റച്ചിരി. ആളും പറഞ്ഞാ വിശ്വസിക്കൂലേ. ഇവിടെ വേദന എടുക്കണ പോലെ തന്നെ കാണിച്ചു. അത് അഭിനയിക്കാൻ അറിയാൻ പാടാടാ ആണോടാ? ഇതുപോലൊരു നടിയെ വീട്ടിലിരുത്തി നമ്മളെ മോനെ സമ്മതിക്കടാ. എന്താടാ എവന്റെ സമ്മതം നിങ്ങൾ നോക്കണ്ട. നീ ഓഡീഷന് പോവാൻ നോക്ക്. നീ എന്ത് കണ്ടിട്ടാണ് ഈ പറയണത്? എന്ത് കണ്ടിട്ട് അവക്ക് കഴിവുണ്ട്. അമ്മ സിനിമയിൽ അഭിനയിക്കുമ്പോ നമ്മൾ ഇവിടെ ഈ സാധാരണ മാതിരിയുള്ള നാടകത്തിൽ അഭിനയൊന്നും പറ്റില്ല. സിനിമയിൽ ഭയങ്കര സ്വാഭാവികമായിട്ടാണ്. അതൊക്കെ ഒരു നടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം. മര്യാദക്ക് ഒരു ചായ ഉണ്ടാക്കാൻ അറിയോ? ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാൻ അറിയോ? കാണിച്ചെന്നാ ഭർത്താവിന്റെ മുഖത്ത്, കാമുകന്റെ മുഖത്ത് നോക്കിയിരിക്കണ പോലെ കാമുകൻ ഈ മുഖമാണ്. ഇത് കാമുകന്റെ മുഖമാണെന്ന് അവർക്ക് തോന്നണം. അവർക്ക് അവിടെ അഭിനയിക്കാന് നല്ല ചോക്ലേറ്റ് ഇപ്പൊ ഉണ്ടാവും നായകന്മാര്. അവരെ നോക്കുമ്പോ അവർക്ക് ചിരി വന്നോളും.